ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പലരും ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കാറേയില്ല. അല്ലെങ്കിൽ വലിയ ബ്രോക്കറേജുകൾ പറയുന്ന ടാർഗറ്റ് വില മാത്രം നോക്കി സ്റ്റോക്കുകൾ വാങ്ങും. അല്ലെങ്കിൽ യൂട്യൂബിലോ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഷെയർ ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് സജഷൻസ് എടുത്ത് തികച്ചും ബ്ലൈൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ് എടുക്കാറുള്ളത്. എന്നാൽ ഇത് ഒരു ബിഗിനറുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയെ യാതൊരു വിധത്തിലും ഗുണം ചെയ്യാത്തൊരു കാര്യമാണ്. മറിച്ച് അവർക്ക് കൂടുതൽ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തെറ്റായ സമീപനമാണിത്. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു കമ്പനിയുടെ ക്വാർട്ടർലി ഫലങ്ങൾ വിലയിരുത്താൻ പഠിച്ചാൽ നമുക്ക് മാർക്കറ്റിൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനും സാധിക്കും. നമുക്കറിയാം, ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു കാലയളവാണ്. ഈ 12 മാസങ്ങളെ 4 വിഭജിച്ചുകൊണ്ട് ഓരോ 3 മാസം കൂടുമ്പോഴും കമ്പനികൾ തങ്ങളുടെ ബിസിനസിന്റെ പ്രകടനം, അവരുടെ വരുമാനം, ലാഭം, നഷ്ടം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് പുറത്തുവിടുന്ന റിപ്പോർട്ടുകളെയാണ് നമ്മൾ ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ Q1 എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒരു കാലയളവാണ്. ആ ഒരു കാലയളവിൽ കമ്പനി നടത്തിയ ബിസിനസ് പെർഫോമൻസ് ആണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ Q2 എന്ന് പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. Q3 എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. അതുപോലെ Q4 എന്ന് പറയുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയാണ്. Q4 എന്ന് പറയുന്ന ആ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആ ഒരു റിസൾട്ട് ആനുവൽ റിസൾട്ട് എന്ന് വിളിക്കാറുണ്ട്. കാരണം അതൊരു ഫൈനൽ ആയിട്ടുള്ള ക്വാർട്ടറാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർലി റിസൾട്ടുകൾ കമ്പനികൾ പ്രസിദ്ധീകരിക്കാൻ അവർക്ക് നിർബന്ധിത ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസും നിർബന്ധമായിട്ടും അവരുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ സമർപ്പിച്ചിരിക്കണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ബോഡിയായിട്ടുള്ള സെബിയുടെ ഒരു കർശനമായ നിയമമാണിത്. എന്നാൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കേണ്ട നിയമപരമായ ബാധ്യതയില്ല. അവർക്ക് വാർഷിക കണക്കുകൾ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഇപ്പോൾ സാധാരണഗതിയിൽ ഓരോ ക്വാർട്ടറും അവസാനിച്ചതിന് ശേഷം കമ്പനികൾക്ക് ഇത് തയ്യാറാക്കി സമർപ്പിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ഇപ്പോൾ Q1, Q2, Q3 ഫലങ്ങൾ ക്വാർട്ടർ അവസാനിച്ച തീയതി മുതൽ 45 ദിവസത്തിനകം അവർ പുറത്തുവിടണം. അതായത് ഇപ്പോഴുള്ള ഈ Q1 റിസൾട്ടുകൾ ഓഗസ്റ്റ് 14-നകം അവർ പ്രസിദ്ധീകരിച്ചിരിക്കണം. എന്നാൽ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന മാർച്ച് ക്വാർട്ടറിൽ, അതായത് 4ാമത്തെ ക്വാർട്ടറിൻ്റെ റിസൾട്ടുകൾ അതിന് സമയപരിധി കുറച്ചും കൂടി അധികമുണ്ട്. 60 ദിവസത്തിനകം സമർപ്പിച്ചാൽ മതി. അപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഈ ഫലങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 ഫലങ്ങൾ, ഇപ്പോൾ Q1, Q2, Q3, ആ 3 ക്വാർട്ടറുകളുടെ ഫലങ്ങളും പൂർണ്ണമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. കമ്പനികൾക്ക് അൺഓഡിറ്റഡ് ഫലങ്ങളും സമർപ്പിക്കാം. എന്നാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ അത് പരിശോധിച്ചുകൊണ്ട് ലിമിറ്റഡ് റിവ്യൂ റിപ്പോർട്ട് ഇതിനോടൊപ്പം നിർബന്ധമായിട്ടും സമർപ്പിച്ചിരിക്കണം. അപ്പോൾ കണക്കുകളിൽ വലിയ തട്ടിപ്പുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണിത്. എന്നാൽ 4ാമത്തെ ക്വാർട്ടറിലെ ഫലങ്ങളും അതോടൊപ്പം മുഴുവൻ വർഷത്തെ കണക്കുകളും ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ പൂർണ്ണമായിട്ടും ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി എത്രത്തോളം സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് പൊതുജനങ്ങളെയും ഇൻവെസ്റ്റേഴ്സിനെയും അറിയിക്കാനാണ് സെബി ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് വലിയ തുക പെനാൽറ്റിയും അതുപോലെ ട്രേഡിംഗ് സസ്പെൻഷനും ഒക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ട ക്വാർട്ടർലി റിസൾട്ടുകൾ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ടോപ്പ് ലൈനും ബോട്ടം ലൈനും നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ആ ഒരു ക്വാർട്ടറിൽ അവരുണ്ടാക്കിയ വരുമാനത്തെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും മുകളിലത്തെ വരി അഥവാ ടോപ്പ് ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കമ്പനിയുടെ സെയിൽസ് ആണ് വരുന്നത്. ഇപ്പോൾ കമ്പനി അവർക്ക് ഒന്നുകിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സർവീസ് ഉണ്ടാവും. അപ്പോൾ അത് വിറ്റഴിച്ചിട്ട് അവർ നേടുന്ന തുകയാണ് ഈ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പലപ്പോഴും സെയിൽസും റവന്യൂവും പരസ്പരം മാറിയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സെയിൽസ് എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റോ സർവീസോ വിറ്റുകൊണ്ട് കിട്ടുന്ന വരുമാനമാണ്. എന്നാൽ റവന്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനി അവരുടെ സെയിൽസ് അല്ലെങ്കിൽ സർവീസ് വരുമാനം കൂടാതെ, ഉദാഹരണത്തിന് അവർക്ക് ബാങ്ക് നിക്ഷേപമായിട്ട് പലിശകൾ ലഭിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ ഒരു കെട്ടിടം വാടക കൊടുത്തത് കൊണ്ടുള്ള റെൻ്റൽ ഇൻകം കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്ട്രാ ഇൻകം കൂടി ചേർത്തുകൊണ്ടുള്ള മൊത്തത്തിൽ കിട്ടുന്ന ആ ഒരു വരുമാനത്തിന് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിൽസും റവന്യൂവും പരസ്പരം മാറി ഉപയോഗിക്കാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ഒരു വ്യത്യാസം അതിലുണ്ട്. അപ്പോൾ കമ്പനിയുടെ സെയിൽസ് റവന്യൂ പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു കമ്പനി ഒരു കാറിൻ്റെ ഒരു വിൽപ്പനയാണ് നടത്തുന്നതെങ്കിൽ അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ 100 കാറുകൾ വിറ്റിട്ടുണ്ടാകാം. എന്നാൽ ഈ ക്വാർട്ടറിലും അവർ 100 കാറുകൾ തന്നെയാണ് വിറ്റതെങ്കിൽ അവിടെ യാതൊരുവിധ ഗ്രോത്തും ഇല്ല. എന്നാൽ ചിലപ്പോൾ സെയിൽസിൽ ആ തുക ചിലപ്പോൾ കൂടിയിട്ട് കാണാം. ചിലപ്പോൾ അവർ കാറിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് റവന്യൂ കൂടിയതായിട്ട് കാണിക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്.
അപ്പോൾ ഈ ടോപ്പ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ ചെലവുകളും കഴിച്ച് ടാക്സും കഴിച്ചുകൊണ്ട് അവസാനമായിട്ട് അവർക്ക് കിട്ടുന്ന ആ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ബോട്ടം ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് ഏർണിങ്സ് എന്നും പറയാറുണ്ട്. എല്ലാ ചെലവുകളും നികുതിയും കുറച്ചതിന് ശേഷം കമ്പനിക്ക് കിട്ടുന്ന യഥാർത്ഥ ലാഭമാണിത്. അപ്പോൾ ഇതിനെ പല ടേമുകളിലും വിളിക്കാറുണ്ട്. നെറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ ഏർണിങ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കമ്പനിക്ക് അവരുടെ വരുമാനത്തിൽ നിന്ന് എല്ലാ ചെലവുകളും, ഇപ്പോൾ ശമ്പളം അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റുകൾ, അതുപോലെ ബാങ്ക് പലിശ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ്, ഡിപ്രിസിയേഷൻ, എല്ലാ ചെലവുകളും കഴിച്ചതിന് ശേഷം അവസാനമായി കിട്ടുന്ന ഒരു തുകയാണ് നെറ്റ് പ്രോഫിറ്റ്. എന്നാൽ ഈ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ യഥാർത്ഥ ബിസിനസ് പെർഫോമൻസ് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ആകെ വരുമാനം 1000 രൂപയാണെന്ന് കരുതുക. അപ്പോൾ അവരുടെ നേരിട്ടുള്ള ബിസിനസ് ചെലവുകൾ, ആ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ 600 രൂപയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭം 400 രൂപയാണ്. എന്നാൽ ഈ 400 രൂപയിൽ നിന്ന് അവർ പല കാര്യങ്ങളും പിന്നീടും ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ ഒരു 400 രൂപ കിട്ടുമ്പോൾ അതിനെയാണ് നമ്മൾ എബിറ്റ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1000 രൂപ റവന്യൂ കിട്ടിയപ്പോൾ 400 രൂപയുടെ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നു. 40% ഇവിടെ ഓപ്പറേറ്റിംഗ് മാർജിൻ. ഇതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കുറക്കുന്നുണ്ട് എന്ന് കരുതുക. ഉദാഹരണത്തിന് 50 രൂപ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് തേയ്മാനം. നമുക്കറിയാം എക്യുപ്മെൻസും അതുപോലെ എല്ലാ കാര്യത്തിനും ഓരോ വർഷവും അതിൻ്റെ വില കുറയുന്നുണ്ട്. നമ്മളൊരു വാഹനത്തിൻ്റെ വില ഓരോ വർഷവും കുറയുന്നത്, അതിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിപ്രിസിയേഷൻ ഇവിടെ 50 രൂപ കണക്കാക്കി കഴിഞ്ഞാൽ ഈ 400 രൂപ ലാഭത്തിൽ നിന്ന് ഈ ഡിപ്രിസിയേഷൻ 50 രൂപ കഴിച്ച് നമുക്ക് കിട്ടുന്നത് 350 അപ്പോൾ ഇതിനെ നമ്മൾ എബിറ്റ് എന്ന് പറയും. അപ്പോൾ എബിറ്റായും എബിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേപോലെ ഈ ഒരു 350 രൂപ കിട്ടിയതിൽ നിന്ന് നമ്മൾ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും 50 രൂപ, അത് കുറക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ 50 രൂപ ഇൻട്രസ്റ്റ് കണക്കാക്കി കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് 350 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 300 എന്ന ഫിഗർ കിട്ടും. ഇതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ് നോക്കുകയാണെങ്കിൽ 60 രൂപ ടാക്സ് ആണെങ്കിൽ ആ 60 രൂപ ഈ 300 നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 240 രൂപയാണ്. അതിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അഥവാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഫൈനൽ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള ബിസിനസ് പെർഫോമൻസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് യഥാർത്ഥത്തിലുള്ളൊരു പിക്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കമ്പനിയുടെ വരുമാനവും ലാഭവും കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ ഉണ്ടായതിനേക്കാൾ എത്ര വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിലും ഈ ക്വാർട്ടറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നോക്കണം. അതിനെ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള വാർഷിക വളർച്ചയും അതിൻ്റെ ട്രെൻഡും മനസ്സിലാക്കാൻ എപ്പോഴും ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് നോക്കേണ്ടത്. കാരണം ഇയർ ഓൺ ഇയർ ഗ്രോത്തിൽ സീസണലായിട്ടുള്ള മാറ്റങ്ങളെ ഇല്ലാതാക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഐസ്ക്രീം കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷണറുകൾ വിൽക്കുന്ന ഒരു കമ്പനിക്കോ വേനൽക്കാലത്തുള്ള ഏപ്രിൽ ജൂൺ മാസം വമ്പിച്ച വിൽപ്പന ഉണ്ടാവും. എന്നാൽ മഴക്കാലവും തണുപ്പുള്ള കാലവും ഒക്ടോബർ ഡിസംബറിൽ ഇവരുടെ വിൽപ്പന കുത്തനെ കുറയും. അപ്പം അതുകൊണ്ട് Q3യിൽ കുറഞ്ഞ വിൽപ്പനയെ തൊട്ട് മുമ്പത്തെ വർഷത്തെ Q3യുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ചിലപ്പോൾ ചില കമ്പനികൾക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ കമ്പനിയുടെ ബിസിനസ്സിൽ വളരെ അടുത്ത കാലത്തുണ്ടായ ചില മാറ്റങ്ങളും അതിൻ്റെ വേഗതയും അറിയാൻ ഇത് സഹായിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പനി ഒരു പുതിയ ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കിയതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് അതിൻ്റെ ഒരു ചലനം ഈ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതേപോലെ ഈ റോ മെറ്റീരിയൽ കോസ്റ്റൊക്കെ വലിയ തോതിൽ കൂടിയത് കാരണം ചിലപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇതേപോലെ നമ്മൾ ഈ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുമ്പോൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കമ്പനി അതർ ഇൻകം അല്ലെങ്കിൽ എക്സെപ്ഷണൽ ഐറ്റംസ് എന്ന രീതിയിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ ഈ ഒരു വകയിൽ വലിയൊരു തുക വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വൺ ടൈം പ്രോഫിറ്റാണ്, അതൊരു താൽക്കാലിക ലാഭം മാത്രമാണ്. അത് യഥാർത്ഥത്തിലുള്ള കമ്പനിയുടെ ബിസിനസ് വളർച്ചയല്ല. ഉദാഹരണത്തിന് കമ്പനി അവരുടെ ഒരു പ്ലാന്റ് മൊത്തത്തിൽ വേറൊരു കമ്പനിക്ക് വിറ്റതിൻ്റെ പേരിൽ വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഇത് ഒരു ക്വാർട്ടറിൽ മാത്രം കിട്ടിയ ഒരു ലാഭമാണ്. അതൊരിക്കലും നമ്മൾ ബിസിനസ് ഇൻകമായിട്ട് കണക്ക് കൂട്ടരുത്. അതൊരു എക്സെപ്ഷണൽ ഐറ്റം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടിക്കൊണ്ട് വേണം കമ്പനിയുടെ റിസൾട്ട് വിലയിരുത്താൻ. ഇതേപോലെ നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് തരം ബിസിനസ്സാണ് അവർ നടത്തുന്നത് എന്നുള്ളത്. അതിനടിസ്ഥാനമായിട്ടുള്ള ചില മെട്രിക്സുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാങ്കിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയുടെ റിസൾട്ടുകൾ നോക്കുമ്പോൾ അവരുടെ NPA, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കിട്ടാക്കടം എത്ര ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം അവർ കൊടുത്ത ലോണുകളിൽ സ്വാഭാവികമായിട്ടും കുറേ ലോണുകൾ അടവ് മുടങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ലോൺ അവർ എഴുതി തള്ളിയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ NPA എന്ന് പറയുന്നത്.
അപ്പം അത് വളരെ മിനിമൽ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടതാണ് NPA എന്ന് പറയുന്നത്. അതുപോലെ IT കമ്പനികളുടെ പരിശോധിക്കുമ്പോൾ കാര്യമായിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ് അട്രീഷൻ റേറ്റ്. അതായത് ആ കമ്പനിയിൽ നിന്നും ജീവനക്കാർ ആ വിട്ടുപോകുന്ന അല്ലെങ്കിൽ രാജിവെച്ച് പോകുന്ന ആ ഒരു റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം IT കമ്പനികൾ ഒരു ലേബർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്, അവർക്ക് വേറെ അസറ്റുകളൊന്നുമില്ല. അപ്പോൾ അവിടെ കാര്യമായിട്ട് നോക്കേണ്ടത് ഈ ഒരു അട്രീഷൻ റേറ്റ് ആണ്. ഇതേപോലെ ഏറ്റവും അവസാനമായിട്ടും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് കമൻട്രി അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസ്. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം കമ്പനിയുടെ തലപ്പത്തുള്ളവർ വരും ദിവസങ്ങളിൽ ബിസിനസ് എങ്ങനെയായിരിക്കും, പുതിയ ഓർഡറുകൾ എത്രമാത്രം ഉണ്ട്, കൂടാതെ ഈ ക്വാർട്ടർ ചിലപ്പോൾ മോശമാണെങ്കിലും വരും ക്വാർട്ടർ വലിയ ലാഭം വരുമെന്ന് കൃത്യമായിട്ട് ഉറപ്പ് നൽകിയാൽ ആ സ്റ്റോക്കിൻ്റെ വില കുതിച്ചു വരും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു റിസൾട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, ഈ റിസൾട്ടൊക്കെ എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഏതൊരു കമ്പനിയുടെ റിസൾട്ട് അത് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അവർ ഏർണിങ്സ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് മുഴുവൻ വായിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പല വെബ്സൈറ്റുകളും അത് ഒരു കോളമാക്കിയിട്ട് ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ മണി കൺട്രോൾ, സ്ക്രീനർ പോലെയുള്ള സൈറ്റുകളിൽ നമുക്കിത് ലഭ്യമാകും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഓരോ കോളം അനുസരിച്ചിട്ട് കാണാൻ കഴിയും. അതനുസരിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ കമ്പനിയുടെ പെർഫോമൻസ് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ക്വാർട്ടർലി റിസൾട്ടുകൾ ഈ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ എങ്കിലും കൃത്യമായിട്ട് പരിശോധിക്കാൻ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.